കോഴിക്കോട് പൂനൂരിൽ 2 വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കാന്തപുരം സ്വദേശികളായ മുഹമ്മദ് ഫർസാൻ, മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് വീടിന് സമീപത്തെ കുളത്തിൽ മുങ്ങി മരിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അനൽക സേതുണ്ട് വിവരങ്ങളുമായി. അനൽക, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്? എത്ര വയസ്സുള്ള കുട്ടികളാണ്? അഖില, 9ഉം 8ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ കുളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താമരശ്ശേരി പൂനൂർ കാന്തപുരം അലങ്ങാപ്പുഴയിൽ താമസിക്കുന്ന അബ്ദുൾ റസാഖിന്റെ മകൻ മുഹമ്മദ് ഫർസാൻ, അതോടൊപ്പം തന്നെ അയൽവാസിയായിട്ടുള്ള മുഹമ്മദ് സാലിയുടെ മുഹമ്മദ് അബൂബക്കറുമാണ് വീടിന് സമീപത്ത്, അതായത് 100 മീറ്റർ മാറിയിട്ടുള്ള കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടിട്ടുള്ളത്. ഈ രണ്ട് വിദ്യാർത്ഥികളെയും വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് കാണാതെ ആവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും നടത്തിയ തിരച്ചിലിനാണ് വീടിന് സമീപത്ത് 100 മീറ്റർ സമീപത്തെ കുളത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത് പൂനൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെ ആയിരിക്കും ഇതിന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഖില. ശരി, അനൽക സേതാണ് വിവരങ്ങൾ നൽകിയത്.